പഴയ ഇടതുമുന്നണി കൺവീനർ ഇത്തരം ഉറപ്പുകൾ നൽകിയിട്ടുണ്ടാവാം. താൻ അത്തരം ഉറപ്പ് നൽകിയിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാനും ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആർ.ജെ.ഡിയുടെ തന്നെ നേതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടിൽ തന്നെയാണ്. സ്വാഭാവികമായും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. ആർ.ജെ.ഡിയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ആർ.ജെ.ഡിയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അവർക്ക് സീറ്റ് വാഗ്ദാനം നൽകിയിരുന്നു, കൺവീനർ ഉറപ്പ് നൽകിയിരുന്നു പറയുന്നത്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ കൺവീനർ ആവാൻ സാധ്യതയില്ല. സ്വാഭാവികമായും ഓരോ പാർട്ടിയും ആഗ്രഹിക്കും. അതിലൊന്നും തെറ്റില്ല. അവഗണിക്കുന്നൊരവസ്ഥയാണ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ഒരവസ്ഥയും ഇടതുപക്ഷ മുന്നണി ഒരു പാർട്ടികളോട് സ്വീകരിക്കില്ല. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ ഞങ്ങൾ മുന്നണി തീരുമാനമായി എടുക്കൂ. എല്ലാവരും ഐക്യത്തോടു കൂടിയിട്ടാണ്. ഇനി എന്തെങ്കിലും അല്ലറ ചില ഒരു പക്ഷേ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെയാണ് പാർട്ടി അണികളിൽ താൽപര്യമുണ്ടാകുക. സ്വാഭാവികമായി ഉണ്ടാകാം. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള നടപടിയായിട്ട്, ഈ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ടല്ല ഞാൻ കാണുന്നത്. അവർക്കിടയിൽ വന്നിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വർത്തമാനമേ അല്ല. ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാട് തന്നെയാണ് ആർ.ജെ.ഡി സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഇടതുമുന്നണി